ദേ പൊട്ടി വീണ് കൊഴുവേട്ട നിറച്ച് ഇതേ നെയ്മീൻ കൂട്ടം കണ്ട നെയ്മീൻ കൂട്ടം ഇവൻ കടിച്ച് കഴിഞ്ഞാണ്ടല്ല കടി വിടൂലട്ടാ. നീരാളി വലയിന്ന് നീരാളി ഒരു നോക്കിയൊക്കെ കാഴ്ച നോക്കി നീരാളി കൊണ്ട കണ്ട എന്താ ഭംഗി നോക്കിയാൽ ഞണ്ടിനെ കാണാനായിട്ട്. വലിയൊരു നെയ്മീൻ നമ്മുടെ വലയിൽ കിട്ടിയിട്ടുണ്ട്. ഹലോ മച്ചാമാരെ, അങ്ങനത്തെ നമ്മളെ 9ാം ദിവസത്തെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ വല പൊട്ടിക്കുമ്പോൾ ഹൈലൈറ്റ് കണ്ടുള്ള നെയ്മീനും കൊഴുവയും എല്ലാം കിട്ടുന്ന ഞണ്ട കിട്ടുന്ന ഒരു കിടിലം വീഡിയോ ആണ്. വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ. പിന്നെ പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊമ്പ അച്ഛൻ്റെ കൂടെ വീഡിയോ ഒന്നും ചെയ്യണില്ല എന്നൊക്കെ. അപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അങ്ങനത്തെ നമ്മൾ അണ്ണന്മാരുടെ ലാസ്റ്റ് ദിവസത്തെ വലയും കാര്യങ്ങളൊക്കെ പിടിച്ചു തരികയാണ്. അപ്പോൾ വല കയറി വരുമ്പോൾ വലയിൽ ഒരു നീരാളിക്കൂട്ടരൊക്കെ കയറി വരണം കേട്ടോ. ഈ നീരാളി നമ്മളധികം കഴിക്കൽ കുറവാണ്, പക്ഷേ പുറം നാട്ടിലോട്ടൊക്കെ വളരെയധികം ഡിമാൻഡും അത് നമ്മൾ പുറത്തോട്ടൊക്കെ എക്സ്പോർട്ടിങ് ചെയ്യണത് കൂടുതലും ഡിമാൻഡൊക്കെ ഉള്ളതാണ് ഈ നീരാളിക്കുട്ടൻ. അങ്ങനെ അവൻ നമ്മുടെ വലയിൽ ഒട്ടക്കി വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചരക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അടുത്തിട്ടുണ്ട്. കോടൻ്റെ എത്തി ഇതേ കപ്പിയിൽ ചരക്ക് കയറ്റാൻ വേണ്ടി പോവേണ്ട. ഈ ചരക്ക് കയറ്റുമ്പോൾ എന്ന് വെച്ചാൽ മെയിനായിട്ടൊരു സംഭവം വെച്ചാൽ നമ്മുടെ കപ്പിയിൽ ലോഡ് കയറുമ്പോൾ നമ്മൾ പയ്യാണ് വീഞ്ചിൽ ആ ചരക്ക് എടുക്കുള്ളൂ കേട്ടോ. കണ്ട വളരെ സ്ലോയിൽ ചരക്ക് മേലോട്ട് കയറ്റിയെടുക്കണ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ നമ്മൾ വലയിൽ കയറ്റിയെടുക്കണം ചരക്ക്. അപ്പോൾ ഈ ഒരു വലയിൽ ഇതേ ഒരു നെയ്മീനൊക്കെ കുടുങ്ങി കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ഇടത്തരം ഒരു നെയ്മീൻ കൂട്ടം നമ്മുടെ വലയിലുണ്ട്. അപ്പോൾ അതിനെ ആ വലയിൽ നിന്ന് ഉടക്കൊക്കെ മാറ്റിയെടുക്കണ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചരക്ക് പൊട്ടി വീണപ്പോൾ അത് നല്ല പെടപെടക്കണ തിരിയാനും കൊഴുവേം അങ്ങനെയുള്ള മീനൊക്കെയാണ് കൂടുതൽ നമ്മുടെ വലയിൽ കിട്ടിയേക്കണേ കേട്ടാ. അതുപോലെ തന്നെ അല്ലറ ചില്ലറ ഞണ്ട് കവാലി ഞണ്ട് എന്നൊക്കെ പറയും. കവാലി ഞണ്ടും ആരലും അങ്ങനെയുള്ള മീനുകളും ഞണ്ടും ഒക്കെ നമ്മുടെ വലയിൽ വേറെയും കയറിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ സൈഡിലോട്ട് ഇങ്ങനെ മാറി കിടക്കേണ്ട. അപ്പോൾ ആദ്യത്തെ വലയിൽ കിട്ടിയ മീനുകളൊക്കെയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കാഴ്ച നിങ്ങളോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് വിശ്വസിക്കണേ. നിങ്ങൾ ഈ ഒരു കാഴ്ച ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ അതായത് നമുക്ക് കറൂപ്പ്, ഇതിനെ പട്ടിക്കറൂപ്പ് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ. കലവ, കറൂപ്പ്, ഹമൂർ, ആ ഹമൂർ ഇനത്തിൽപ്പെട്ട മീനാണത്. പിന്നെ അതുപോലെ ഇതിനെ തിരിയാൻ, ഈ കാണുന്ന തിരിയാൻ, ഇതിൽ കൂടുതലും വറുക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇനി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പഴയ പോലെ നമ്മൾ വേഗം തന്നെ ബോക്സൊക്കെ വെച്ച് മീൻ തിരിയാൻ വേണ്ടി പോവേണ്ട. മീൻ തിരിയാൻ വേണ്ടി ഓരോ ബോക്സും കൂടെ റെഡിയായിട്ട് വെക്കേണ്ട. അങ്ങനെ കൊഴുവേം കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് ബോക്സിലോട്ട് കയറ്റാണ്. ഇനി ഇത് കൂടുതലും നമുക്ക് ഉണക്കിയൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കറി ഉണക്കിയിട്ട് കറി വെക്കാനൊക്കെ വറുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇതാണ് ടൈഗർ ചെമ്മീൻ. ടൈഗർ ചെമ്മീൻ എന്ന് പേര് വീഴാനുള്ള കാര്യം ഇതിൻ്റെ കടുവട പോലുള്ള ആ ഒരു വരകളാണ്, ടൈഗറിൻ്റെ പോലുള്ള. അതാണ് ഇതിനെ ടൈഗർ ചെമ്മീൻ എന്ന് പറയണത്. കണ്ട ഇതിനെ മൊത്തം നോക്കിയേ, ആ ഒരു ഡിസൈനും കാര്യങ്ങളും കണ്ട. ബാക്കിയുള്ള കൊഴുവത ഇവിടെ ഷവലിൽ ഒരു ബോക്സിലോട്ട് ആക്കേണ്ട. അപ്പോൾ
9 ദിവസം നമ്മൾ കടലിൽ കിടന്ന് വല വലിച്ചിട്ട് നമുക്ക് ഈ ഒരു വലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കൊഴുവ മീനെ കിട്ടിയേക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊഴുവ എന്ന് പറയും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊല്ലത്തോട്ടൊക്കെ ചൂടാന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ മീനപ്പറണ പേരെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടാ. ഇത് കൂടുതലും ഉണക്കാനും വറുക്കാനൊക്കെയാണ് അടിപൊളി ടേസ്റ്റ്. നല്ല അടിപൊളി മീനാണിത്. പക്ഷേ ഇത് അധികം നേരം നമുക്ക് എന്താ പറയുക കൂടുതൽ മുള്ളും കാര്യങ്ങളും കുറവാണ്. അതുപോലെ മുള്ള് കുറവാണ് ഈ മീൻ. വേണം നമുക്ക് കടിച്ച് വെറുതെ കഴിക്കാൻ പറ്റും. അത്രയും ഇതാണ് മുള്ളും കാര്യങ്ങളും. ഇതിൻ്റെ പേടിക്കേണ്ട, നമ്മൾ വായിലോട്ട് കുത്തി കയറാനൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ മുള്ള്. പിന്നെ ഇത് പീര വെക്കാനൊക്കെ ആയിട്ടൊക്കെ എടുക്കും ഈ ഒരു മീനട്ട കൊഴുവ മീൻ. അപ്പോൾ നല്ലതുപോലെ അത് ഓസ് വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ തിരിയാനും അയിലേക്ക് അവിടെ സ്റ്റോർ റൂമിൽ അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഉണ്ണിമേരി, നെയ്മീൻ, അങ്ങനെയുള്ള മീനുകൾ വറ്റയൊക്കെ കുറച്ചൊക്കെ ഉള്ളത് ഓരോ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നെയ്മീനേക്കാളും 2 ഇരട്ടി നെയ്മീൻ നമുക്ക് വൈകുന്നേരത്തെ വലയിൽ വല നിറച്ചെന്ന് പറയാൻ പറ്റില്ല, ഇതിനേക്കാളും 2, 3, 4 ഇരട്ടി നെയ്മീൻ നമുക്ക് കിട്ടി. ആ ഒരു അടിപൊളി കാഴ്ച നമ്മുടെ വൈകുന്നേരത്തെ വലയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റൂട്ടാ. അങ്ങനെ ബാക്കിയുള്ള കൊഴുവയൊക്കെ നേരെ സ്റ്റോറിലോട്ട് ഇറക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ നേരെ സ്റ്റോറിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവേണ്ട. സ്റ്റോറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം തന്നെ അടക്കും. കാരണം സ്റ്റോറിൽ ഐസ് ഇനി കുറച്ചുള്ളൂ. അപ്പോൾ അത് വേഗം വെള്ളമായിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോർ അടച്ചിട്ടൊക്കെയാണ് ഐസും കാര്യങ്ങളും ഇവിടെ പൊട്ടിക്കുള്ളൂ. അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റോർ റൂമിൽ സൈഡിലൊക്കെ ഐസും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങി. സോജൻ്റെ കയ്യിൽ 3 നെയ്മീനൊക്കെ ഉണ്ടട്ടാ. അപ്പം ഇന്ന് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ നിർത്തി ഇനി പോവുകയാണ്. ഇന്നും കൂടി നമ്മൾ വലയും കാര്യങ്ങളൊക്കെ വലിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പ്രിയന്ന് ഇവിടെ ഐസൊക്കെ പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ദിവസം തന്നെ നമ്മൾ അവസാനത്തെ വലയിൽ സ്റ്റോറിൽ നെയ്മീൻ ഐസ് ചെയ്യണ ഒരു അടിപൊളി കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അട്ടിയായിട്ട് ഐസ് ചെയ്യണ കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചാൽ വീഡിയോയുടെ അവസാനം വരെയും കാണണം. നിങ്ങൾക്ക് ആ ഒരു കാഴ്ചയും കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ. ഐസ് അടിക്കാൻ പോണേണ്ട അത് ഫിനിഷായണ്ണ മുടിച്ചാ അത് കഴിഞ്ഞ്. പിന്നെ ഈ കളി ഞാൻ കാണിച്ചാണ്. ഇതാണ് നമ്മുടെ കണവയും അതുപോലെ നീരാളിയും കേട്ടാ. പിന്നെ ഇങ്ങാട് വരുമ്പോ അതെ ശീലാവ്. சோஜா உங்க ஊர்ல இது இந்த மீனுக்கு என்ன பேரு? ചീല. ആ നമ്മൾ ഷീലാവെന്ന് പറയും കേട്ടാ. ഐസിലിട്ട് പിന്നെ ഇങ്ങാട് തിരിയാൻ. പിന്നെ ഇവിടെ പോളമീൻ. പിന്നെ ഇവിടെയൊക്കെ മിച്ചർ ഇത്രയും നമ്മൾ നിറച്ചിട്ടാ. പിന്നെ ഉണ്ണിമേരി. പിന്നെ അങ്ങാടൊക്കെ ബോക്സിൽ ഫുള്ള് തിരിയാനൊക്കെ ഉണ്ടാ. സ്റ്റോറിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ബോട്ടിൻ്റെ അമരത്ത് എത്തിയപ്പോൾ ഇവിടെ അയില മീനൊക്കെ നന്നായിട്ട് വരഞ്ഞ് കഴുകി എടുക്കുക കേട്ടോ. വറുക്കാനുള്ള പരിപാടിയും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. നല്ലതുപോലെ കണ്ണയിലാണ് എടുത്തേക്കണത്. കണ്ണയിലയും അയിലയും ഉണ്ട്. നന്നായിട്ട് വരഞ്ഞ് കഴുകി ക്ലീൻ ആക്കി എടുത്ത ആളതേ പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവേണ്ട. കഴുകിയെടുത്ത അയിലക്കൂട്ടലിലോട്ട് സ്പെഷ്യൽ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അവന്മാരെ മിക്സാക്കാൻ വേണ്ടിയാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത്. മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു 9 ദിവസം നമ്മൾ ഈ കടലിൽ കിടക്കുമ്പോൾ ഉച്ച സമയത്ത് കൂടുതലും ഈ ഒരു ബായ് മെയിനായിട്ട് വെക്കണത് അയിലയാണ്. അയില പൊരിക്കലാണ്. കാരണം കൂടുതൽ നമുക്ക് കിട്ടണ മീൻ അയില ആയതുകൊണ്ടാണ് കേട്ടോ. വേറെ മീനുകളൊക്കെ നമുക്ക് കുറവാണ്. പിന്നെ ആളുടെ ഒരു എളുപ്പം ഈ ഒരു പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൽ വേറെ ആർക്കും അങ്ങനെ എതിർപ്പും കാര്യങ്ങളില്ല. എനിക്കും ഒരു എതിർപ്പില്ല. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് മീനായാലും എത്ര കഴിച്ചാലും മടുക്കൂല. അയിലയാണെങ്കിലും മടുക്കൂല. പക്ഷേ ഈ അയിലക്ക് പകരം തളയനാണെങ്കിൽ പിന്നെയും മടുക്കും. അയില നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ചൂടോടെ തന്നെ ആ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നെ വേറൊരു കറി വേണ്ട. അയില വറുത്തത് മാത്രം മതി. ഒരു മീൻ അയില ഉണ്ടെങ്കിൽ 2 പ്ലേറ്റ് ചോറ് കഴിക്കാട്ടെ. അങ്ങനെ വറുത്ത് നന്നായിട്ട്
കോരി നേരെ ഇടുന്നൊരു കാഴ്ച കേട്ടാ. അങ്ങനെ രണ്ടാമത്തെ വല ഇടാൻ വേണ്ടി പോവേണ്ട. അപ്പം എല്ലാവരും അമരത്തെത്തിയിട്ടൊക്കെ ഉണ്ട്. വലയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചങ്ങളുടെ അവിടെ ഒരാൾ ഉറങ്ങണുണ്ട്. ശ്രാങ്കിതേ വലയും കാര്യങ്ങളും ഇടാൻ വേണ്ടി ബോട്ട് നേരെ നിർത്തി കൊടുക്കേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രാങ്കിൻ്റെ പേര് പുത്രൻ എന്നാട്ട പേര്. ആൾ കുളച്ചലാണ്. അങ്ങനെ രണ്ടാമത്തെ വല നമ്മൾ ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് കടലിലോട്ട് എറിഞ്ഞേക്കാണ്. വല എറിയുമ്പോൾ നോക്കിയും കണ്ട് നമ്മൾ നിന്ന് എറിയുള്ളൂ. കാരണം ഈ വല പോണ കണ്ട, ഈ പോണ സമയത്ത് നമ്മൾ വലയുമ്പോൾ കാലും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതുപോലെ അങ്ങോട്ട് പോകും. പെട്ടെന്ന് ഒരു ബ്രേക്കില്ല. ബോട്ടിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ റിവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോണ ബോട്ട് ഒറ്റയടിക്ക് നമുക്ക് പിടിച്ചോട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ സമയം പിടിക്കും. അമ്മ നമ്മുടെ കാല് വലയിലൊക്കെ ചുറ്റിപ്പോയാൽ പെട്ടെന്ന് നമ്മൾ നേരെ തെറിച്ച് വെള്ളത്തിലോട്ട് പോകും. പിന്നീട് ബോട്ട് റിവേഴ്സ് വെച്ച് വേണം പിന്നെ നമ്മളെടുത്ത് കരയിൽ ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നോക്കിയും കണ്ട് നിന്ന് അകന്ന് മാറി നിന്നാണ് വലയും കാര്യങ്ങളൊക്കെ വെള്ളത്തിലോട്ട് വിടുകയുള്ളൂ കേട്ടോ. അങ്ങനെ വലയും കാര്യങ്ങളും എല്ലാം വെള്ളത്തിലോട്ട് ഇറക്കി റോപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി അങ്ങാട് നമ്മുടെ രണ്ടാമത്തെ ബോർഡ്, ആദ്യത്തെ ബോർഡ് പണിമോശവും കാര്യങ്ങളായതുകൊണ്ട് വേറെ ബോർഡ് നമ്മൾ പഴയ ബോർഡ് കയറ്റിയായിരുന്നു. അപ്പോൾ ആ ബോർഡ് വീണ്ടും അങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ വെള്ളത്തിലോട്ട്. ബോർഡെല്ലാം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ വീഞ്ചിൽ നിന്ന് വയർ റോപ്പും കാര്യങ്ങളും വിട്ടു കൊടുക്കും. രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ വയർ റോപ്പ് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മീനും കാര്യങ്ങളും കിട്ടൂല, വലയുടെ വായും തുറയൂല. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരേ അളവിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വയർ റോപ്പും കാര്യങ്ങളൊക്കെ വിട്ടു കൊടുത്ത് അമരം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടാണ്. കാരണം ഇനി അടുത്ത വല പിടിക്കുമ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കിടന്ന് മീനൊക്കെ പിടക്കാനുള്ളൊരു കാഴ്ചയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അമരത്തുള്ള ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് വീഞ്ച് ടൈറ്റ് ചെയ്യണൊരു കാഴ്ച ഉണ്ടാ. ഇങ്ങനെ വീഞ്ച് ടൈറ്റ് ചെയ്യണത്. അപ്പം അതുപോലെ തന്നെ പ്ലേറ്റൊക്കെ കഴുകി ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് പരിപ്പ് കറിയും മീൻ പൊരിച്ചതുമാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ നല്ല ചോറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ചൂടൊന്നും ഉണ്ടാവില്ല. കാരണം കടലിൽ ചോറ് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാറിപ്പോവും. നല്ല കാറ്റായിരിക്കും. ഉച്ച സമയത്തൊക്കെ പിന്നെ പറയേ വേണ്ട. പിന്നെ പരിപ്പ് കറി ഉണ്ട്. നല്ല അടിപൊളി പരിപ്പ് പായസം പോലെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മേടിന് ഉടയ്ക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ അതിനകത്തോട്ട് നല്ല വലിയ ഒരു മീൻ വറുത്തത് അതും അങ്ങാട് വെച്ച് അങ്ങാട് ഒരു പിടി അങ്ങാട് പിടിക്കണം. അതെങ്ങനെ നേരെ അച്ചാർ എടുത്തിട്ടുണ്ട്. ഇത്തിരി അച്ചാർ അങ്ങനെ കുഴക്കുക. എന്നിട്ട് അതിനകത്തൊരു പരിപ്പ് കറി കുഴക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ശരിക്കും മിക്സ് ആക്കിയിട്ട് കുറച്ച് മീൻ വറുത്തത് അങ്ങോട്ട് കിള്ളി അതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ല വേറെ കറിയൊന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ സമയം നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ കറി കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. നമുക്കിതേ കറിയൊക്കെ ഇതാണ് കേട്ടോ. പരിപ്പ് കറിയും അച്ചാറും മീൻ വറുത്തതും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് സോജനാണ് നമുക്ക് ഫുഡിൻ്റെ വീഡിയോ മറ്റ് ചില ഇടയ്ക്കൊക്കെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് തന്നെ കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തെ വലയെത്തി. വൈകുന്നേരം വലയും കാര്യങ്ങളും കയറി വന്നിട്ടുള്ള കാഴ്ച ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഈ ഒരു വലയിൽ നമുക്ക് നെയ്മീനൊക്കെ ഇത്തിരി കൂടുതൽ കിട്ടിയിട്ടാ. നല്ല അടിപൊളി നെയ്മീൻ, നല്ല പെടപെടക്കണ നെയ്മീൻ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നെയ്മീൻ സ്റ്റോർ റൂമിൽ ഐസ് ചെയ്യണ കാഴ്ചയും കാര്യങ്ങളൊക്കെ അതും ഞാൻ കാട്ടിത്തരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐസ് ചെയ്ത പോലെ നമ്മൾ ഈ ലാസ്റ്റ് ദിവസം സ്റ്റോർ റൂമിൽ നെയ്മീൻ അട്ടിയാക്കിയിട്ടൊക്കെ ഐസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു വല പിടിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളിലോട്ട് കാട്ടിത്തരാം കേട്ടോ. വല പിടിച്ച് കയറ്റാണ്. വല പിടിച്ച് കയറുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളും നിങ്ങൾ കണ്ടോ.
അങ്ങനെ വൈകുന്നേരത്തെ വലയിൽ നമുക്കിത് നെയ്മീനും വാളയും ആരലും അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ ഇടുന്നുണ്ടാ. ഇതിനാണ് ആരൽ കടിയൻ എന്നൊക്കെ പറയണത്. കാരണം ഇവന് കടിയൻ എന്നൊക്കെ പേര് വീഴാൻ കാരണം ഇവൻ കടിച്ചു കഴിഞ്ഞാൽ മോശം വരൂല കേട്ടാ. ഇതൊരു മീനല്ല, പകരം ഇതൊരു ഈൽ വർഗത്തിൽ പെടണാണ് ഈ ഒരു ആരൽ പറയണ്ട. ആരോൺ എന്നൊക്കെ പറയും, പല പേരാണ് പല നാട്ടിൽ ഈ മീൻ കേട്ടാ. മീനല്ല ഈലിന്. ബാക്കി നല്ല പെടപെടക്കണ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ ഒന്നുമില്ല. പക്ഷെ നെയ്മീൻ നമുക്ക് കൂടുതൽ ഇട്ടിട്ടുണ്ടാ. നെയ്മീൻ നല്ല വിലയും കിട്ടും. പിന്നെ പാലാൻ എന്നാണ് ആ ഒരു മീനെ പറയണത് കേട്ടോ. നെയ്മീൻ നല്ല വലുതും ചെറുതൊക്കെ ആയിട്ട് നല്ല ഈ ഒരു വലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെയ്മീൻ കിട്ടിയാൽ. നമ്മൾ 9-ാം ദിവസം കടലിൽ കിടന്നിട്ട് ഇതേ ഒരു ബോക്സോളം നെയ്മീൻ കിട്ടണത് ഈ ഒരു വലയിലാണ്. കിട്ടണ നെയ്മീനതേ ഇവിടെ സല്ലെണ്ണ വാലയെ പിടിച്ച് പൊക്കി അങ്ങനെ എടുത്ത് ബോക്സിലോട്ട് ആക്കുകയാണ്. കാരണം ഇത്രയും മീനിൽ ആദ്യം തന്നെ നെയ്മീൻ എടുത്ത് മാറ്റണത് അതിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വില കൂടുതലുള്ള മീനുകൾ കണവയായാലും നെയ്മീനൊക്കെ ആയാലും മാറ്റി വേഗം ഇടേണ്ട. അങ്ങനെ ബാക്കിയുള്ള മീനുകളും എല്ലാം തിരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ആനക്കൊഴുവേം ഉണ്ട് കേട്ടോ. അത് ബോക്സിലോട്ടൊക്കെ വേഗം തിരിഞ്ഞേറ്റണം. മഴ വരാൻ സമയം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വേഗം സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. നല്ല മീനും വന്നിട്ടുണ്ട് കേട്ടോ. മോത കുറച്ച് മീനൊക്കെ നല്ല മീൻ, പാലാങ്കണ്ണി, ഞാരമീൻ, ശീലാവ്, നെയ്മീൻ അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇറക്കി ബോക്സിലോട്ട് ആക്കേണ്ട. പിന്നെ അവിടെ വലപ്പണി കുറച്ച് വലയൊക്കെ കീറ്റും കാര്യങ്ങളും അതൊക്കെ നോക്കിയാണ്. നേരത്തെ വലയിൽ കിട്ടിയ മീനാണ് ഈ കാണുന്നത് കേട്ടോ. നെയ്മീൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ വിലയുള്ള നെയ്മീനാണ്. നെയ്മീൻ ഒരു ബോക്സ് പിന്നെ കുറച്ചിനകത്തുകൊണ്ട്. പിന്നെ ഉണ്ണിമേരി വലുതുകൊണ്ട് ചെറുതുകൊണ്ട്, ആനക്കൊഴുവ, അയില പിന്നെ മിച്ചർ എന്ന് പറയാം ഇതിനെ. കാരണം എല്ലാ മീനും കൂടി പോള മീൻ, പാരില മീൻ, വറ്റ എല്ലാം കൂടെ ഉള്ളൊരു മീനാണ് ആ ഒരു കൂട്ടം. ഇത്ര പിന്നെ കുറച്ച് തിരിയാൻ ഇതൊക്കെ നമുക്ക് ഇട്ടേക്കണത്. ഇതിനിപ്പോൾ സ്റ്റോറിലോട്ട് ഇറക്കാൻ വേണ്ടി പോവേണ്ട. എല്ലാ മീനും സ്റ്റോറിലോട്ട് ഇറക്കി. ഇന്നത്തെ ലാസ്റ്റ് വലയെ കിട്ടിയ മീനാണ് ഈ കാണുന്നത്. ഇത്ര ഉള്ളൂട്ടാ. പണിയൊക്കെ കുറവാണ്. സോജ എന്താ പണി മോശമാണോ? പണി നമുക്ക് മോശമാണ്. ഇപ്പൊ കടലിൽ ഇനിയിപ്പോ കടൽ നന്നായിട്ട് ഇളക്കണം. കാറ്റും കോളും വന്ന് കടലിൽ തെളിഞ്ഞെടുക്കണോണ്ട് മീനൊക്കെ കൂടുതലും മേലെ നിൽക്കണത്, താഴെ നിൽക്കണില്ല. ഇപ്പൊ കടലൊക്കെ വന്ന് നന്നായിട്ട് ഇളകി കഴിഞ്ഞ് കടലിലെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ മീൻ പയ്യെ താഴോട്ടിരിക്കും. പിന്നെ നമുക്ക് വലയിൽ കിട്ടും. ഇനിയിപ്പോൾ എന്തായാലും സീസൺ അവസാനിക്കാൻ പോവുകയാണ്. 1 മാസം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ചാൾ കൂടി പണി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റോറിന് ഐസ് ചെയ്യണ കാഴ്ചകളൊക്കെ ഞാൻ കാട്ടിത്തരാം ഈ മീനൊക്കെ കേട്ടാ.
നെയ്മീൻ ഐസ് ചെയ്യണതും എല്ലാം ഞാൻ കാണിച്ചു തരാവേ. തുടങ്ങാട്ടോ. അപ്പൊ ഈ ഒരു അറ്റം തുടങ്ങിയാണെങ്കിൽ നമ്മുടെ സൈലണ്ടൻ ഐസ് ഓട്ടിക്കണം അല്ലേ? ആവശ്യത്തോട് പറ എന്ത് ചെയ്യണേ ഉങ്ങളിപ്പോ എന്നാ വേല ചെയ്തുകൊണ്ടിരിക്കണേ? ഒരു ആവതില്ലല്ല. കഴിച്ചില്ലേ? വൈകുന്നേരം ഒന്നും കഴിച്ചില്ലേ? അപ്പോ ഇതാ ഇത്രയും നമ്മുടെ സല്ലെണ്ണം പൊട്ടിച്ചാണ്. സല്ലെണ്ണനും പിന്നെ സോജനും ഒക്കെ കൂടി പൊട്ടിച്ച ഐസാട്ട് കണ്ട. ഏകദേശം ഐസൊക്കെ തീരാറായി, ഏകദേശം തീർന്നു തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ നെയ്മീൻ, ഇതൊക്കെ നമുക്ക് ആദ്യം കിട്ടിയ നെയ്മീനാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ തിരിയാൻ ആ ഒരു കള്ളിയിലിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പോ നമ്മളെ ഈ ഒരു ഫുള്ള് ബോക്സ് തിരിയാൻ, ഈ ഒരു ഫുള്ള് ബോക്സ് തിരിയാൻ, ഇവിടെ 2 കള്ളിയിൽ തിരിയാൻ. പിന്നെ ഇനിയിപ്പോൾ ഐസ് ഇടാനുള്ളത് ഇവിടെ മിച്ചർ, അതായത് നമ്മുടെ വറ്റ, അതുപോലെ ഉടുപ്പൂരി, പാലാൻ, അതുപോലെ പാരലമീൻ, പിന്നെ കറുപ്പ്, എല്ലാ മീനും വരും കേട്ടോ. മോത, ശീലാവ്, അങ്ങനെയുള്ള മീനുകളെല്ലാം മിച്ചർ എന്ന് പറയും. ഇവിടെ പോളമീൻ, പിന്നെ ഇപ്പുറം ഉണ്ണിമേരി, രണ്ടും കൂടി ചേർന്നാണ് ഉണ്ണിമേരി. 2 പേരാണ് അവനാടാ. പിന്നെ ഇങ്ങാടൊക്കെ തിരിയാനും ഇവിടെയൊക്കെ തിരിയാനും, ഈ ഒരു കള്ളി മൊത്തം തിരിയാൻ, അങ്ങാടൊക്കെ തിരിയാൻ. പിന്നെ അവിടെ കണ്ണയിലുണ്ട്, ഇതാണ് കണ്ണയില. കണ്ണയിലയും അയിലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കണ്ണ് കണ്ട, ഈ കണ്ണ് ഇങ്ങനെ വലുതായിരിക്കും. ഈ കണ്ണയിലയുടെ കണ്ണ് വലുതായിരിക്കും. ഇനി അയിലയുടെ കണ്ണ് ഞാൻ കാട്ടിത്തരാം. ഇതില് കണ്ണയില നടക്കണത്, ഇതിലൊക്കെ കണ്ണയില നടക്കണത്. പിന്നെ ഐസ് ഇടാമണോ? ഐസ് കാണിച്ചതാ. മിച്ചറിലാണ് ഇടാമണോ? പോളത്ത് ഒരു കൊട്ട ഐസ് ഇട്ട് കൊട്ടടിക്കുന്നുണ്ട്. ഗ്യാപ്പുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ അവിടുത്തെ പോളമീൻ. ഇനി ഐസ് എങ്ങടാ? മിച്ചറിലാണോ? മിച്ചറിലെ ഐസ് എങ്ങനെ കാട്ടിത്തരാം. നമ്മുടെ മിച്ചർ പറഞ്ഞോ മൊത്തോടി ഫുള്ളായിട്ട് ഐസ് ചെയ്യും. അതിന് മുന്നേ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് കിടക്കണമെങ്കിൽ അതൊക്കെ തട്ടി മാറ്റി സെറ്റാക്കും, ലെവലാക്കും. എന്നിട്ട് ഐസ് ഇടാം. ആ ഒരു കളിയിലാണ് നമ്മള് ഈ നെയ്മീനൊക്കെ ഐസ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടാ. ഐസും കട്ട കൊണ്ടുപോകണം ഞങ്ങള്, തള്ളി കൊണ്ടുപോകണം. കള്ളി സെറ്റ് ചെയ്യാനടാ. അടിച്ച് പൊട്ടിക്കുന്ന ഐസ് കല്ല് പോലെ കുത്തിന്ന് കഴിഞ്ഞാല് മീനോടയും. അപ്പൊ അതോടെയാണ് നന്നായിട്ട് ഐസ് ചെയ്യുന്ന കാഴ്ച. നെയ്മീൻ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ മീൻ വെച്ച് രണ്ടാമത്തെ മീൻ, 3, 4, നമ്മുടെ നെയ്മീനോട് സെറ്റ് ചെയ്ത് കേട്ടാ. വരി പോലെ വെച്ചേക്കാൻ നോക്കി എന്താ ഭംഗി കേട്ടോ. പൊട്ടിയ ഈ സൈഡ് ഉള്ളട്ടാ. ശരിക്കും പൊട്ടിച്ചിട്ട് കോരും.
നെയ്മീനാക്കാലി നിറച്ചിട്ടാ. നമ്മൾ മേലിലോട്ട് കയറി, മേലിൽ കയറി ഇവിടെ വലപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കണേട്ടാ. ഡ്രൈവറായിട്ട് ഇവിടെ റോപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണ്. വലപ്പണി നടക്കണേട്ടാ. വലയും കാര്യങ്ങളും നോക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വലയ്ക്ക് നാളത്തേക്ക് സെറ്റ് ചെയ്യണ രീതിയാണ് കേട്ടോ. പണിയെടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വല, ചെറിയ ഗീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കണം ഇവിടെ കേട്ടോ. അടുക്കളയിൽ എന്താണ് പരിപാടി നോക്കാം. രാത്രി എല്ലാവരും കഴിച്ചു തുടങ്ങി, നമ്മളെടുക്കാൻ പോകുന്നത് നമുക്ക് പുട്ടും ചപ്പാത്തി അങ്ങനെയൊന്നുമല്ല, കഞ്ഞിയാണ് കേട്ടാ. പച്ചോളം കിട്ടുന്നുണ്ട്. തേങ്ങ ചമ്മന്തി, അഞ്ച് പീസ എടുത്തു. നാളെ മതി. കഞ്ഞി, തേങ്ങ ചമ്മന്തി, കഞ്ഞിയിലാണ് കുഴക്കാം. എന്നിട്ട് തിരിയാമീനാണ് ഇതിലിട്ട് കൊള്ളാം. തേങ്ങ ചമ്മന്തി വെക്കാം. അടിപൊളി. നിങ്ങൾക്ക് രാത്രി എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ചമ്മന്തി, കഞ്ഞി, തിരിയാമീൻ വറുത്തതാണ് കേട്ടോ. അടിപൊളി. കാലത്തോട്ട് വൈകുന്നേരമുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ഇന്ന് കഴിക്കണം കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് മൊത്തം ഇരുന്ന് കഴിക്കണം. ചമ്മന്തി, തിരിയാൻ വറുത്തതൊക്കെയാണ് നമുക്ക്. അപ്പോൾ ഇന്ന് ബാങ്കറിക്ക് കിടക്കുകയാണ്. കാലത്തൊട്ട് വൈകുന്നേരമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പോരായ്മ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ നല്ല അടിപൊളി കിട്ടിയാൽ ഫിഷിംഗ് വീഡിയോ ഒക്കെ വരും. നമുക്കിപ്പോൾ പണിയും കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പണിയൊന്നുമില്ല. ഇപ്പോൾ സീസണല്ല, കടലിൽ ഇപ്പോൾ പണി മോശവും കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ നിരോധനവും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കണം. ആ പണിയൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാത്രി നിങ്ങൾ വീട്ടിൽ കറങ്ങുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ മാക്സിമം ഫ്രണ്ട്സ് ഫാമിലിയോട്ടൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നല്ല അടിപൊളി കിട്ടുന്ന വീഡിയോ ടാറ്റാ.